Hi friends, ഇന്ന് നമുക്ക് ലെമൺ പൊട്ടറ്റോ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഞാൻ ആദ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒലിവ് ഓയിലായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സിന്നമൺ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി അരച്ചതാണിത്. ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചതിട്ട് കൊടുത്തു. ഇനി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ബേസിൽ ലീവ്സ് ആണ് ചേർക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ ബേസിൽ ലീവ്സ് ഇട്ട് കൊടുത്ത്, ഇത് ഡ്രൈ ലീവ്സ് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇനി 2 ടീസ്പൂൺ റോസ്മേരി ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നതാണ്. ഇനി തൈം 1 ടീസ്പൂൺ. ഇനി ഒരു 2 ടീസ്പൂൺ ഒറിഗാനോ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയും മാത്രമേ നമ്മളിതിനകത്ത് മസാലകളായിട്ട് ചേർക്കുന്നുള്ളൂ. നമ്മുടെ സാധാരണ മസാലകളൊന്നും നമ്മളിതിനകത്ത് ചേർക്കുന്നില്ല. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ഉരുളക്കിഴങ്ങ് നമ്മൾ വലിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. 2 ഉരുളക്കിഴങ്ങാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും കൂടി ഒന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. 1 കിലോ ചിക്കനാണ് ഞാൻ ഇതിലേക്കായിട്ട് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമ്മുടെ സാധാരണ മസാലകളൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു നാടൻ രുചിയല്ല ഇതിന് കിട്ടുന്നത്. ഒരു വ്യത്യസ്തമായൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. നമ്മളിത് ബേക്ക് ചെയ്താണ് എടുക്കുന്നത്. ബേക്ക് ചെയ്തല്ല, ശരിക്കും ഗ്രില്ലിൻ്റെ മോഡിലിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഗ്രില്ല് ചെയ്തെടുക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത ചിക്കനും പൊട്ടറ്റോയും നമ്മൾ ഈ ട്രേയിലേക്ക്, ബേക്കിംഗ് ട്രേയിലേക്ക് എടുത്തു വയ്ക്കാം. നമുക്ക് ഓവൻ ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മുടെ ഒരു ട്രേയിൽ ഫില്ലായി. ഇനി ഇതിലേക്ക് ഞാൻ അല്പം വെള്ളം കൂടി ഇട്ട് കൊടുക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വേവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു ട്രേ കൂടി എടുത്ത് അതിലും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ അടിയിൽ വന്ന ലൈം ജ്യൂസും ഓയിലും എല്ലാം കൂടിയുള്ള മിശ്രിതം കൂടി ഞാൻ ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് 200 ഡിഗ്രി സെൽഷ്യസിൽ 30 to 45 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അതിന് വേണ്ട സോസ് തയ്യാറാക്കാം. അപ്പം ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്തു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അല്പം വെളുത്തുള്ളി, പഞ്ചസാര, അല്പം മല്ലിയില, മുളക് പൊടി, ഒറിഗാനോ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സോസ് ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സോസാണിത്. നമുക്കിത് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
നമ്മുടെ സോസ് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്നതും റെഡിയായി. അപ്പം നമ്മുടെ ലെമൺ പൊട്ടറ്റോ ചിക്കൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. സാധാരണ നമ്മളിങ്ങനെ മസാലകളൊന്നും ഇല്ലാതൊരു ഡിഷ് സാധാരണ വീടുകളിൽ നമ്മൾ തയ്യാറാക്കാറില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.